കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ക്ലൗഡിന്റെ 2 കിടിലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് ചാപ്റ്റർ 317 318 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പേജിൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട ബ്ലാക്ക് ക്ലൗഡിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ആ ഡീമൻ 2 ആയിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒരു ഭാഗം കുറെ അധികം വീടുകളുള്ള സ്ഥലത്തേക്ക് വീഴാൻ പോകുവാണ്. എല്ലാവരും ഇതുകൊണ്ട് ഞെട്ടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് യൂണോ അവിടേക്ക് വന്ന് പുള്ളിക്ക് മാജിക് യൂസ് ചെയ്ത് ഒരു ആരോ വിടുന്നുണ്ട്. ആ ആരോ ആയിട്ട് ഈ ഡീമന്റെ മേത്തുകൊണ്ട് ആ ഡീമനെ കംപ്ലീറ്റ് തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. ദൂരത്തെ നിന്നുകൊണ്ട് ആസ്റ്റ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആസ്റ്റ് തന്നെ യൂണോയും കാണുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം എന്താണോ വിചാരിച്ചത് അതുപോലെ തന്നെ അവർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. താഴത്തോട്ട് വീണോണ്ടിരുന്ന നമ്മുടെ വാങ്സിനെ പെട്ടെന്ന് നമ്മുടെ ലിച്ച് പോയി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, വില്യം നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് നല്ല കളി. കറക്റ്റ് സമയത്ത് അവൻ വന്ന് സ്പോട്ട്ലൈറ്റ് അടിച്ചുകൊണ്ട് പോയത് നമ്മുടെ ലാംഗ്ലസും ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ യാമിനെ ബ്ലാക്ക് ബുൾസിലുള്ള ഒരു സേഫ് ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്തിരുന്നു. പൊട്ടന്മാരെ, നിങ്ങൾ എന്തായാലും ചെയ്ത പരിപാടി കൊള്ളാം നമ്മുടെ യാമി പറയുന്നുണ്ട്. ഇത് കേൾക്കാൻ നമ്മുടെ ബ്ലാക്ക് ബുൾസിലെ എല്ലാവരും കണ്ണുകൾ ചെറുതായിട്ട് നിറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ യാമിക്ക് താങ്ക്സും പറയും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാച്ച് പതുക്കെ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. അതേസമയം തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഈ വാർ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസത്തിലാണ്. എന്റെ പോയിന്റ് ഇനി നേരെ നിൽക്കാൻ പോലും സമയം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ലടാ. ഇനി എന്തായാലും ഈ കിങ്ഡം ഒന്ന് പീസ്ഫുൾ ആയിട്ട് റീബിൽഡ് ചെയ്തെടുക്കണ്ടേ നമുക്ക്. ആരും തന്നെ പ്രതീക്ഷിക്കാതെ ഒരു ഡെവിൽ അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് എല്ലാരും കൂടെ എതിരെ ഇവിടെ കുത്തിയിരിക്കുന്നത്, പറ്റുന്നവർ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കിയോ? നാച്ച് കാണാൻ നേരത്തെ നാച്ച് പറയുന്നുണ്ട്, അതൊരു സെക്കൻഡ് ലെവലിലെ സുപ്രീം ഡെവിലല്ലേ, അവൾ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ സംഭവം എന്ന് പറഞ്ഞുതരാം. ലൂസിഫർ മാനിഫെസ്റ്റേഷൻ പകുതി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ തിരിഞ്ഞു നോക്കാൻ നേരത്ത് കാണുന്നത് ലൂസിഫർ ഒരു ഗോളത്തിന്റെ അകത്തുനിന്ന് ഉയർത്തെഴുന്നേക്കുന്നതാണ്. എഴുന്നേറ്റ് ഉടനെ തന്നെ പുള്ളിക്കാരൻ പറയുന്നത് എല്ലാരും തല കുനിച്ച് നീൽ ചെയ്യാനാണ്. അടുത്ത സെക്കൻഡിൽ അവിടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും നിലത്ത് കിടക്കുവാണ്. അവർക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രയധികം പ്രഷറാണ് ലൂസിഫർ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. അതേസമയം ഇതെല്ലാം കണ്ട് ഞെട്ടിക്കൊണ്ട് ആസ്റ്റ ദൂരത്ത് നിന്ന് പുള്ളിക്കാരൻ സോഡിൽ അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ആസ്റ്റയുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ലൂസിഫർ വന്ന് നിന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സോ നീയാണല്ലേ അവൻ എന്നെ കംപ്ലീറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാഞ്ഞ ആ ഒരു കുരു. അങ്ങനെ ആസ്റ്റ ലൂസിഫറെ തമ്മിലുള്ള ആ ഒരു എൻകൗണ്ടർ അവിടെ നടന്നിരിക്കുവാണ്. ഇത് കാണുന്ന ലിബി നമ്മുടെ ലൂസിഫറോടൊക്കെ ചോദിക്കുന്നുണ്ട്, ലൂസിഫറോ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, നീയാണ് അവളെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് ലൂസിഫറുടെ നേരെ നന്നായിട്ട് തന്നെ നമ്മുടെ ലിബി ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു തുള്ളി മാജിക് പോലും ഇല്ലാത്ത നിന്നെ പോലെ തന്നെ ഞാൻ എന്തിനോർത്തിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ലൂസിഫർ ഒരു സഹതാപവും വെറുപ്പും അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇടുവാണ്. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ക്ഷമ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സൗലവും പൊട്ടി തരിപ്പണായി പോകും. ഒരു എന്താ പറയാ, ഒരു വലിയൊരു എർത്തിക്യൂക്ക് വന്ന പോലെ ആയി പോകും. അവിടെ ഇവന്റെ മാജിക്ക് ഉദ്ദേശിച്ചതിലും അപ്പുറമാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മരിക്കുമെന്ന് പറയാൻ നിർത്തി നമ്മുടെ ലിബി ആസ്റ്റോട് പറയുന്നുണ്ട്, ആസ്റ്റ എന്തൊക്കെ വന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇവനെ എനിക്ക് ഉറപ്പായിട്ടും ഡിഫീറ്റ് ചെയ്യണം. ആസ്റ്റ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലിബി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത്. എന്നാലും അത്ഭുതത്തോടെ ആണെങ്കിൽ കൂടിയും പുള്ളിക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് ആസ്റ്റ പുള്ളിക്കാരന്റെ ഡെവിൽ യൂണിയൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൂരത്ത് നിന്ന് ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാച്ച് പറയുന്നുണ്ട്, നീ എന്ത് മണ്ടത്തിലാണ് കാണിക്കുന്നത് ആസ്റ്റ, നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി നീ കാണിക്കില്ല. ഡെവിൽ യൂണിയന്റെ സഹായത്തോടു കൂടി ആസ്റ്റ ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരന്റെ കൺമുമ്പിൽ നിന്ന് ലൂസിഫർ അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ തന്റെ മാജിക് ട്രാക്കിംഗ് യൂസ് ചെയ്ത് ലൂസിഫറുടെ പുറകെ നമ്മുടെ ആസ്റ്റ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സുപ്രീം ഡെവിൽ പറയുന്നുണ്ട്, സോ ലൂസിഫറുടെ മാജിക്കിന്റെ അകത്തും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരുത്തനുണ്ടല്ലേ, അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവനൊരു ഓടുവാനാണ്, അവന്റെ ഒരു തുള്ളി മാജിക് പോലും ഇല്ല, അവൻ എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും എനിക്കൊരു കോപ്പുമില്ല, ഇനി എനിക്ക് 4 മിനിറ്റ് അവശേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ഡെവിൽ യൂണിയൻ നിർത്താനായിട്ട്, അതിനുള്ളിൽ തന്നെ ഞാൻ ഇവനെ ഡിഫീറ്റ് ചെയ്തിരിക്കുമെന്ന് ആസ്റ്റ പറയുകയും ചെയ്യും. എന്നാൽ ആസ്റ്റയുടെ അറ്റാക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ലൂസിഫർ കൈ കൊണ്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ആസ്റ്റയുടെ ഇതുകൊണ്ട് ഞെട്ടുകയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരന്റെ കൈ കൊണ്ട് ആ സോഡിട്ട് ഒന്ന് തൊട്ട് നോക്കും നമ്മുടെ ലൂസിഫറോ. എന്നാൽ നമ്മുടെ ലൂസിഫറുടെ കൈ മുറിഞ്ഞ് ഒരു തുള്ളി രക്തം വരും. ഇത് കാണുന്നിടത്ത് പുള്ളിക്കാരന് വീണ്ടും ദേഷ്യവും വെറുപ്പും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് കുപ്പത്ത്. എന്നിട്ട് ആസ്റ്റയ്ക്ക് ഒന്ന് ഡോഡ് ചെയ്യും. എന്തിനൊന്ന് പുള്ളിക്കാരൻ കണ്ണടക്കാൻ പോലും പറ്റാത്ത ആ ടൈം കൊണ്ട് ആസ്റ്റയുടെ മുഖത്ത് നോക്കി ഒരു ഇടിയും കൊടുത്ത് ആസ്റ്റിനെ തെറിപ്പിച്ച് ദൂരത്തേക്ക് വിടുന്നുണ്ട്. ലൂസിഫറുടെ മാജിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിയോണ്ട് അമേസിംഗ് ആണ്. അത് മാത്രമല്ലാതെ അവന്റെ ഫിസിക്കൽ സ്കിൽസും അങ്ങനെ തന്നെയാണ്. അവൻ കംപ്ലീറ്റ്ലി അവേക്കൻ ചെയ്തിട്ടില്ലെങ്കിലും അവന്റെ പവർ ഇച്ചിരി കൂടുതൽ തന്നെയാണ്. ഒരു ഉറുമ്പിന് ഒരിക്കലും ഒരു ആനനെ അത്ര പെട്ടെന്നൊന്നും തോപ്പിക്കാൻ പറ്റില്ല. വനീസ ആകട്ടെ നമ്മുടെ യാമയുടെ കൂടെയുണ്ട്, പക്ഷെ അവൾക്കൊന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. റോഗിന്റെ പവറുള്ള കാരണം അവൾ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടെന്നല്ലാതെ അവളുടെ മാജിക് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ട്. ക്യാപ്റ്റൻ ആകട്ടെ വീണ്ടും വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവനെ കഷ്ടപ്പെട്ടാണ് രക്ഷിച്ചത് തന്നെ, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ജീവന് തന്നെ അത് ആപത്താണ്. ഇവരുടെ അടുത്തേക്കാണ് നമ്മുടെ ആസ്റ്റ വന്ന് വീഴുന്നത്. ഇത് കാണാൻ നേരത്ത് പുള്ളിക്കാരും കംപ്ലീറ്റ്ലി പേടിച്ച് വിറക്കും. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട എന്തിനാണ്, ഇതേപോലെ ചാകാൻ വേണ്ടിയാണോ? അവനൊരു ചെറിയൊരു അറ്റൻഷൻ എങ്കിലും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് മരിക്കും. ദൈവത്തിനോർത്ത് അവൻ ഞങ്ങൾ
ഞങ്ങളെ ശ്രദ്ധിക്കായിരുന്നാൽ മതിയായിരുന്നു. ഇതാണല്ലേ ഡെവിൾസിന്റെ രാജാവ്, അവന്റെ എക്സിസ്റ്റൻസ് തന്നെ എല്ലാരെയും മുട്ടുകുത്തിക്കുവാണ്. ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഞങ്ങളുടെയൊക്കെ മാജിക്കിന് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും. അവൻ ആകെപ്പാടെ എന്നെ ചെയ്തത് എന്നെ മുഖത്ത് നോക്കി ഒരു ഇടി തന്നതാണ്. പക്ഷേ അത് മാത്രം മതി, എൻ്റെ കണ്ണുകൾ എനിക്ക് നേരെ നിർത്താൻ പറ്റുന്നില്ല, അവനൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ എനിക്ക് എങ്ങനെയെങ്കിലും അവനോട്ടൊന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കും. പെട്ടെന്ന് ആരോ ഒരാൾ പറയുന്നുണ്ട്, ഒരു കൊച്ചു കിറക്കം കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലായിരുന്നു. ഇത് കേൾക്കാൻ നേരത്ത് ആ സ്റ്റേജ് ഞെട്ടുന്നുണ്ട്. നെക്സ്റ്റ് പാനലിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻസ് എല്ലാവരും ആ സ്റ്റേജ് ചുറ്റിനും വന്ന് നിൽക്കുവാണ്. അവരെല്ലാവരും അങ്ങനെ ലൂസിഫറായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരു 10 ചാപ്റ്റർ കിഡിലും ഫൈറ്റ് ആണ്. അതൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.